കാസർഗോഡ് ബേക്കലിൽ പോലീസിന്റെ അതിക്രമം നേരിട്ട പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കണ്ണനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിൽ പ്രതിഷേധം. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് കേസ്. മറ്റൊരു പ്രതിയെ പിടികൂടാനെത്തിയപ്പോഴാണ് ആളുമാറി ഹൃദ്രോഗിയായ കണ്ണനെ പ്രൊബേഷണൽ SI മർദ്ദിച്ചത്. കാട്ടൂർമുല്ല പ്രദേശത്ത് ഏകദേശം 47 വർഷക്കാലമായി താമസിക്കുന്ന BK കണ്ണൻ എന്ന 58 വയസ്സ് പ്രായമുള്ള സ്വീകാര്യനായ ഒരു മനുഷ്യൻ, യാതൊരുവിധ അക്രമ സ്വഭാവമോ മറ്റ് ദൂഷ്യവശങ്ങളോ ഇല്ലാത്ത ഒരു സഹോദരനെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ, അതും പട്ടികവർഗത്തിൽപ്പെട്ട ഒരു മധ്യവയസ്കനായ അദ്ദേഹത്തെ വീട്ടിൽ കയറി ചെന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളുടെയും മറ്റ് അകന്ന ബന്ധുവായ ഒരു വീട്ടമ്മയോടും കൺമുന്നിൽ വെച്ച് മർദ്ദിച്ച് അവശനാക്കി വീട്ടിൽ നിന്ന് വലിച്ച് പുറത്തേക്കിട്ട് വീണ്ടും അദ്ദേഹത്തെ മർദ്ദിച്ചു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം കൊടുത്ത പരാതി ഇവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറും അതുപോലെ ജില്ലാ പോലീസ് സൂപ്രണ്ടും SMS DSP തള്ളിയിരിക്കുകയാണ്. കണ്ണൻ ചേട്ടൻ കൊടുത്തിരിക്കുന്ന പരാതിയിന്മേൽ പട്ടികജാതി പീഡിത നിയമപ്രകാരം കേസെടുത്തുകൊണ്ട് അദ്ദേഹത്തെ തുറങ്കലടക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, കാസർഗോഡാണ് ആള് മാറി മർദ്ദിച്ച ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിക്രമം നേരിട്ട പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കണ്ണനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിലും പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ബേക്കൽ പോലീസിൽ ഒരു പരാതി ലഭിക്കുന്നു. അതായത് ഈ വീട്ടിൽ ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരാൾ ഇവിടെയുണ്ട്, അയാളെ എത്രയും വേഗം പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു മെസ്സേജ് ലഭിക്കുന്നത്. അതിനെ തുടർന്നാണ് പ്രൊബേഷണൽ SI ആയിട്ടുള്ള അജയ് S മേനോൻ ഈ കന്നിമൂലയിൽ പരിശോധന നടത്തുന്നത്. പരിശോധന നടത്താൻ ചെന്നപ്പോൾ ആള് മാറി ഈ കണ്ണൻ എന്ന ആളെ പിടിക്കുകയായിരുന്നു. അദ്ദേഹം പലകുറി ആവർത്തിച്ചു പറഞ്ഞു, ഞാൻ താങ്കൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞിട്ടും ഇയാളാണ് പ്രതി എന്ന രീതിയിലാണ് പോലീസ് ഈ പ്രൊബേഷണൽ SI പെരുമാറിയത്. ഹൃദ്രോഗിയായി ഇയാളെ മർദ്ദിച്ച് അവശനാക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നീടുണ്ടായത്. അതിനുശേഷം കണ്ണൻ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. എന്തായാലും ഈ പ്രൊബേഷണൽ SIക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ കണ്ണനെതിരെ ഇപ്പോൾ പ്രതികാര നടപടിയായി പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് ആരോപിച്ചാണ് ഇത്തരത്തിൽ ഈ 56-കാരനായ ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന കണ്ണനെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, നാട്ടുകാരുടെ വലിയൊരു പിന്തുണയും ഈ സംഭവത്തിൽ കണ്ണനുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആള് മാറി നടന്ന ഒരു കൃത്യമാണിത്. പക്ഷേ ഇതിനെ ന്യായീകരിക്കുന്ന തരത്തിലാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും നടപടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രൊബേഷണൽ SI ആയിട്ടുള്ള അജയ് S മേനോൻ, അദ്ദേഹം 2 ആഴ്ച കാലഘട്ടമാണ് ഈ ബേക്കൽ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ മനുഷ്യനെതിരെ ഒരു ആക്രമണം ഉണ്ടായത്. പക്ഷേ അതിനുശേഷം പോലീസിന്റെ ഭാഗത്തു നിന്നൊരു പ്രതികാര നടപടി തുടരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഇവർ ഇതിനെതിരെ ശക്തമായ സമര പരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ മകൾക്കും ബന്ധുമിത്രാദികൾക്കും മധ്യേ വെച്ചാണ് ഇത്തരത്തിൽ ഈ അപമാനം സഹിക്കേണ്ടി വന്നത്. മാത്രമല്ല, മർദ്ദനവും സഹിക്കേണ്ടി വന്നത്. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം SC/ST അതിക്രമ നിരോധന നിയമപ്രകാരം ഈ SIക്കെതിരെ നടപടി സ്വീകരിക്കണം, മാതൃകാപരമായ ശിക്ഷ നൽകണം. മാത്രമല്ല, ഈ കള്ളക്കേസ്, അതായത് ഇയാൾ മദ്യപിച്ചിരുന്നു, മാത്രമല്ല അശ്ലീലം സംസാരിച്ചു, പോലീസിന്റെ ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെട്ടു. ഈ 3 വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് 3ഉം അന്യായമായി ചുമത്തപ്പെട്ട കേസുകളാണ്. മാത്രമല്ല, കണ്ണൻ മദ്യപിക്കുന്ന ആളല്ല എന്ന് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതികാര നടപടിയുമായി പോകുന്നത്? പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നൊരു വീഴ്ചയാണ്. ആ വീഴ്ചയെ പോലും പോലീസ് ന്യായീകരിക്കുകയും പ്രതികാര നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ശക്തമായ പോരാട്ടം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബേക്കൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഇവർ ഉപരോധ സമരമൊക്കെ നടത്തിയിരുന്നു. ഇനിയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം.
ഇവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജില്ലാ പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ SMS ഡിവൈഎസ്പിക്കും പരാതി നൽകിയിട്ടും ആ പരാതികൾ അവഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ ചൊവ്വാഴ്ച വരെ, അതായത് നാളെ വരെ ഇവർക്ക് സമയം നൽകിയിട്ടുണ്ട്, പോലീസിന് സമയം നൽകിയിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ ഇത്തരത്തിൽ തങ്ങളുടെ ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുമായി, അതായത് ഉന്നത അധികാരികളുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാനും പ്രത്യക്ഷ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ശരി ജോസഫ്.